ഗൈസ് വെൽക്കം ടു ഹൈവേ ഡ്രൈവർ RP. അപ്പോൾ ഇന്ന് നമ്മളോട് എല്ലാച്ചൊരു ഓഫ് റോഡ് വീഡിയോ കേട്ടോ. അതായത് ജീപ്പ് പറ്റി ഒരു കിടില ഓഫ് റോഡ് യാത്ര ചെയ്യാറ്. അപ്പോൾ മാക്സിമം ആൾക്കാർ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. എന്താ പരിപാടി വെച്ചാൽ ചെക്കന്മാരവിടെ ചക്കടാൻ പോയിണ്. ആനക്ക് ഇറങ്ങണ ഏരിയയാണ്. കിടില സൈറ്റ് കേട്ടോ, നല്ല വ്യൂ പോയിൻ്റാണ്. അപ്പോൾ നമ്മളത് എഡിറ്റിങ്ങും വീഡിയോയും ഒക്കെ എടുക്കൽ ഞാനാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ പോരായ്മകൾ ഉണ്ടാവും. അപ്പോൾ മാക്സിമം ആൾക്കാരൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. നമ്മളെ ഒരുപാട് നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ മാക്സിമം ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് തരാം. വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കി. ഇത് രാജസ്ഥാനിൽ നിന്ന് കൺവേർട്ട് ചെയ്താട്ടോ സാധനം. കണ്ടോ നിങ്ങൾ? കേൽപ്പത്തേക്ക് കൺവേർട്ട് ചെയ്ത സാധനമാണ്. വ്യൂ പോയിൻ്റ് ഉണ്ട്. നിങ്ങൾ നല്ല കിട്ടുന്ന സൈറ്റാട്ടോ. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അവിടെ തലക്ക കാണണ്ട നിങ്ങളൊരു പോയാൽ സൂം ചെയ്യുമ്പോൾ അത്രയും നല്ല കിടിലൻ സൈറ്റാണ്. അപ്പം നമ്മൾ ഈ സൈറ്റ് നേരെ ഇങ്ങനെ കയറും. ഇതാണ് ഞങ്ങൾ ഈ സൈറ്റ് നേരെ ഇടും. ചെക്കന്മാർ ഇതൊക്കെ കണ്ട നിങ്ങൾ, ഇതൊക്കെ ആന കയറുന്നതിന് വേലി കെട്ടിയാണ്. ഷോക്കുണ്ട്. ആനയും പന്നികളെ ശല്യമൊക്കെ പാടെ ആനക്ക് ഇറങ്ങുന്ന ഏരിയ കേട്ടോ. ചെക്കന്മാർ ചക്കടാൻ കയറുകയാണ്. ആ ഒരു വീഡിയോ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ജീപ്പ് ആയിട്ട് ഇവിടെ എത്തിയപ്പം നമ്മളെ ചെക്കന്മാർക്ക് ചക്കട ഒരു പോയി. ചക്കൻ്റെ വലിപ്പം കാണിച്ചു തരട്ടെ. എന്താ ചക്കൻ്റെ വലിപ്പം! മല കയറി കൊയങ്ങീണ്. അതാണ് കിതപ്പ്. ഞങ്ങൾ ചക്കൻ്റെ വലിപ്പം നോക്കി. അല്ല കട്ടച്ചല്ല കേട്ടോ, സ്ഥലത്തിന് മേളിൽ നേരതാ അവിടെ ചോദിച്ചിട്ടാ പറിച്ചണേ. നിറച്ച് ചക്കയുണ്ട് കേട്ടോ ഇതിമേ. അതും ചക്ക തന്നെ കേട്ടോ. ഇതൊക്കെ എന്താ സംഭവിക്കാന്ന് വെച്ചാലേ ഇവര് പറിച്ചില്ലെങ്കിൽ ഇതിവിടെ കിടന്നങ്ങനെ നാശമായിണ് പോകും. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചക്ക. വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിക്ക് ലുക്ക് ഉണ്ടെങ്കിൽ എന്താ ലുക്ക്! അപ്പോൾ ഫുൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കി മാക്സിമം ആൾക്കാർ. അതാണ് നിങ്ങൾ അതിലാണ്ടൊക്കെ കയറി പോവല്ലേ. അങ്ങനെ ചക്ക കിട്ടി. അവസാനല്ല അത് നേരെ വന്നാണ് എൻ്റെ അടുത്ത് കാണാളി. അല്ല ഞാൻ കുടിച്ചാ 2 ചക്ക നമ്മൾ ലോക്കാക്കിട്ടോ. ഇനി ഓഫ് റോഡ് കയറുമ്പോൾ ഇതിവിടെ നനങ്ങാൻ പാടില്ല. സൈറ്റ് ഇതാ. നമ്മളിങ്ങനെ ഈ സൈറ്റ് കയറാൻ പോവാണ്. ചക്ക കുറച്ച് വാങ്ങിട്ടോ. ഞാൻ അവിടെ വിട്ടേ പണിയെടുത്ത് ശീലമല്ലേ സോനായിട്ട്. ഫോർ ഇട്ടില്ല കേട്ടോ. ഫോർ ഇടേണ്ട ആവശ്യമല്ല. 2 ടയർ കയറാൻ പാകത്തിന് ലെവലാക്കി വെച്ചാണ്. ഞങ്ങളന്ന് കോൺക്രീറ്റ് വെക്കാം. കയറി ഇത് കോൺക്രീറ്റ് ഇല്ലെങ്കിൽ ഇവിടെ നല്ല രസമല്ല യാത്ര ചെയ്യാനാടാ. കോൺക്രീറ്റ് ഒന്നും കോൺക്രീറ്റ് ഒന്നും ഇല്ല. ഇല്ലേ ഇത് പുതിയ കോൺക്രീറ്റ് ഇട്ടാണല്ലോ. ഇതൊക്കെ പുതിയ കോൺക്രീറ്റ് ഇപ്പം ഇട്ടാട്ടോ. നമ്മളവിടുന്ന് കുറച്ച് റൺ ചെയ്ത് ഇങ്ങനെ പോകുന്നത്. ഇപ്പോൾ ചെറിയ വേറൊരു സൈറ്റിലെത്തിട്ടോ. ഇവിടെ നല്ല കൊക്കക്കായ ഉണ്ട്, ജാതിക്കുണ്ട്. കൊക്കക്കായ് ജാതിക്കണ്ട നിങ്ങൾ. ഇത് കൊക്കക്കായിൻ്റെ തോട്ടാട്ടോ. റേഞ്ച് വരെ ഇല്ല കേട്ടോ അവിടെ. 12:39 സമയം ഉച്ചക്കാട്ടെ കയറണ ഞങ്ങൾ. നല്ലൊരു കൊക്കക്കായ ഉണ്ട് ഇവിടെ. അത് പറിച്ചട്ടെ. ഇത് നമ്മൾ അനുവാദം ചോദിക്കാതെ പറിക്കണം കേട്ടോ.
അപ്പോൾ ഒരു കൊക്കക്കായി നമ്മളവിടുന്ന് കുറച്ച് കിട്ടില്ല സാധനം കേട്ടോ. നമ്മളെ കൊക്കക്കായി പൊട്ടിച്ച് നോക്കുക. പൊത്തതാണ്, തിന്നാൻ രസം ഉണ്ടാവും. കിട്ടില്ല സാധനം കേട്ടോ. ഓ കിട്ടില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ എൻജോയ്മെന്റ്. അങ്ങനെ തന്നെ കട്ടുന്നുമ്പളേ കട്ടുന്നുമ്പോ കിടലനാവും. അപ്പം ഈ ഒരു മുതലായിട്ട് നമ്മളങ്ങനെ കയറി പോകുന്നു. അപ്പോൾ മാക്സിമം ആൾക്കാർ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മളെ ചാനലിൽ. ഇപ്പോൾ ഏകദേശം ഒരു 800 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഒരു 1K സബ്സ്ക്രൈബേഴ്സാണ് എൻ്റെ ലക്ഷ്യം. അത് നിങ്ങളാക്കി തരിക. അപ്പം സാധനം ഒരു രക്ഷയില്ല. വാങ്ങണോ? ആ പൊസിഷനിൽ ഞാൻ നിർത്തിയിട്ട് അങ്ങനെ അവിടെ നിന്ന് വണ്ടി എടുത്താണ്ട് നമ്മളിങ്ങനെ അത് കയറി വെക്കുക. ആ ക്ലൈമറ്റ് മാറി മഴ ആയിട്ടോ. ഞാൻ കൊടക്ക് നിർത്തിനെ. ക്ലൈമറ്റ് മാറി മഴ ആയിട്ടോ. ഞാൻ കൊടക്ക് നിർത്തിയാണ്ടാണ് പോണത്. അവിടെ ലോക്ക് ഉണ്ട് ചെണ്ടിയില്ലേ? അറിയില്ലേ? അവിടെ ലോക്ക് ഇതിന്മേലെ ലോക്കാണ്. അതുകൊണ്ടേക്ക് ലൂസ് ലോക്ക് ഏത് ആ ലജ പിടിച്ച സാധനം തന്നെ. അത് അങ്ങോട്ടോട്ട് തിരിയും. കുറച്ച് ടൈറ്റ് ഉണ്ടാവും. ഓ നല്ല ടൈറ്റാ. ആ അങ്ങനത്തെ അപ്പുറത്തും തിരിയും. ലോക്ക് കണ്ടോ? ആട്ടെ ലോക്കിട്ട് എന്താ സുഖം കണ്ടുപിടിക്കാം. സാധനം കിടല ഒരു സാധനം പോയി ഒരു സാധനം കൊടുക്കണില്ല. ആക്സിഡന്റ് എടുക്കണില്ല. ഒരു സാധനത്തിന് ഡ്രൈവിങ് ഞാനാണ്. ബോസിനെ ഇങ്ങോട്ട് സൈഡ് തട്ടിച്ചാണ്ട് ഞാൻ അടുത്ത് വണ്ടി ഓട്ടാനാണ് ഞങ്ങള്. എന്താ സുഖം. ആദ്യം പവർ സ്റ്റാറിംഗ് ഒന്നും അല്ല കേട്ടോ. അത് ഇപ്പോൾ ഫുള്ള് പണി അയച്ച്, അതായത് സാധാ ജീപ്പ് എങ്ങനെയാണോ അതേ മോഡല് ഫുള്ള് പണി അയച്ച് ഫുള്ള് ക്ലിയർ ആക്കി. അങ്ങനെ ഞങ്ങള് ഒരു സാധനം കൊടുക്കുന്നില്ല. എൻ്റെ കാല് ഫ്രീയാ. സ്റ്റാറിങ്ങും മാത്രം കൺട്രോൾ ചെയ്യണുള്ളൂ. വണ്ടി ഇങ്ങനെ നീങ്ങി പോകണ്ട. ഞങ്ങള് ഞങ്ങള് ഇതാണ് ഓഫ് റോഡ് പറഞ്ഞത്. ഞങ്ങൾ കയറും നമ്മള് ആ പാറ കയറും. ഞാൻ മിക്കവാറും ഡ്രൈവിംഗ് സ്ഥാനൊക്കെ തരും കേട്ടോ. ഈ കല്ല് മറിച്ചാണ്ടി. ആ ഓക്കെ. ഞാനേ സ്റ്റാറിങ് വന്ന് ഇറങ്ങാണ്. എക്സ്പീരിയൻസ് ഇല്ല ആൾക്കാർക്ക് കൊടുക്കുക. അപ്പോൾ 4x4 ഇട്ടാട്ടെ കയറി പോകണ്ട. നമ്മളങ്ങനെ പാറമ്മ നിർത്തിയിട്ട് തന്നെ ഞങ്ങൾ പ്ലേസാണ്. ഞങ്ങൾ എന്താ രസം. ഇതവിടെ കറക്റ്റ് സ്പോട്ട് എന്ന് വെച്ചാൽ നമ്മളെ കക്കാടംപോയ റൂട്ടാട്ടോ. കക്കാടംപോയ വെറ്റിലപ്പാറ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ഞങ്ങൾ. ജീപ്പുണ്ട് ഞങ്ങൾ. ഇവിടെ റിസോർട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ ഫുള്ള് പ്രൈവറ്റ് പ്രോപ്പർട്ടീസും പിന്നെ അതേപോലെ ഫോറസ്റ്റും ആണ്. ഇങ്ങോട്ടൊന്നും വേറെ ആൾക്കാരെ കയറ്റി വിടൂല. നമുക്കിവിടെ നമ്മളെ ഫ്രണ്ടിനൊക്കെ തോട്ടം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിപ്പെട്ടത്. പിന്നെ മേലക്കൊക്കെ ആദിവാസികളുള്ളതാണ്. മാങ്ങ നമ്മളൊരു വീക്ക്നെസ് ആട്ടോ. റൂട്ടുമ്മലൊക്കെ മാങ്ങ ഫുള്ള് കാറ്റും മഴയും ഒക്കെ ആയിട്ടേ. ഇന്നപ്പോൾ മഴക്ക് കുറച്ച് കമ്മില്ലേ. 2 വെറൈറ്റി മാങ്ങപ്പോൾ നമുക്ക് കിട്ടിട്ടോ.
ഓ കിടില മായ ഇതാ ഞങ്ങൾ ആന ഇറങ്ങും വെറുതെ അല്ലേ പറഞ്ഞ ആനപ്പിണ്ടാണത്. ബോസ് ഫുള്ള് മാങ്ങ കൊടുക്കണ തിരക്കില്ല കേട്ടോ. ഞാനാണ് ഈ വീഡിയോ എടുക്കണ തിരക്കിലും. ഈ സൈറ്റിൽ കൂടെ നമുക്ക് പോകാല്ലേ. അതൊക്കെ വീടുകളുണ്ട് കേട്ടോ. 1-2 വീടുകളുണ്ട് ഉണ്ടോ. അതൊക്കെ വീടാ. ഒരു വെള്ളമില്ല, മാങ്ങ കടിക്കുന്ന ധൈര്യമില്ല. ഞാൻ കടിച്ചൊക്കെ വന്നേ. എൻ്റെ മേലുണ്ട് നിങ്ങളുടെ കട്ട്. വന്നാണെങ്കിൽ മാങ്ങ പിന്നെന്താ ജീവൻ നോക്കാം. ഉണ്ടോ പറഞ്ഞേ നോക്കട്ടെ. എൻ്റെ നാളെ പൂണ്ട്. ഓ ഇതിനാള് ഇതേ മണ്ണ. റോഡിൻ്റെ അവസ്ഥ അറിയില്ല, വീറിലുന്നോട്ടെ അതിൽ കെട്ടല്ലേ. വരുന്നുണ്ട് ഞങ്ങൾ സാധനം. പോട്ടെ പോട്ടെ പോട്ടെ. നമ്മൾ കയറി പോകുന്ന ഫോറസ്റ്റിൻ്റെ ഉള്ളിലൊരു അമ്പലം. എന്താ രസല്ലേ. കിട്ടില്ല അമ്പലം. അതിന് ചെരുപ്പോടെ ഊരേക്കാം. അമ്പലം കണ്ട ഞങ്ങൾ നല്ല കിടിലൊരു അമ്പലം. അപ്പോൾ അമ്പലത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ ആ അമ്പലത്തിൽ നിന്ന് നമ്മൾ ഔട്ടായി. ഇപ്പോൾ കഴിച്ചാലും നമുക്കിത് കാണാനായില്ലേ. ആ റൈറ്റത്തെ റോഡ് ഇതാണെങ്കിലോ ഈ ഓപ്പോസിറ്റ് അവിടുന്ന് ലെഫ്റ്റിക്ക് വേറെ റോഡ് ഉണ്ടല്ലേ, 3 റോഡ് ഉണ്ട് അറിയില്ല. പെട്ട ഡീസൽ കഴിഞ്ഞാൽ നിന്നാ നിൽക്കാം. ചാടി കച്ചു തുടങ്ങി. മൈലേജ് എത്ര ഉണ്ട് ഇതിന്? മൈലേജ് 20, 18, 19, 20. ഞാൻ രാജസ്ഥാനിൽ കൊണ്ടുവന്നപ്പോൾ ഇത് രാജസ്ഥാൻ റണ്ണിങ് ചെയ്ത് പോകണം അല്ലേ. കാരണം ഈ ജണ്ടമ്മക്ക് ഇവിടുന്ന് വഴി ഉണ്ടെന്നില്ല. എന്താ ഉറപ്പ്, ഈ ഫോറസ്റ്റ് ഓഫീസിക്ക് വഴി ഉണ്ട്. ഈ ഫോറസ്റ്റ് ഓഫീസിക്ക് താഴത്തുനിന്ന് ഇനി ഇവിടുന്ന് ഫോറസ്റ്റ് ഓഫീസിക്ക് അധികമല്ലേ, കുറച്ചുള്ളേ താഴത്തേക്ക് മേലോട്ട് നമുക്ക്. ആ അതൊക്കെ കുറച്ചുള്ളൂ. ഈ ഫോറസ്റ്റ് ഓഫീസാണ് ഞങ്ങൾ അന്നത്തെ അടയാളം. ഈ അമ്പലത്തൊക്കെ സാധനം എത്തിച്ചിങ്ങനെ അവരെ അതിനായിട്ട് വിട്ട് റോഡ് കയറട്ടെ അഭിപ്രായം. പഠിച്ചോനെ നിങ്ങൾ കാത്തോളി. സ്റ്റേറ്റിൻ്റെ ഉള്ള കൂടെ അല്ലേ നമ്മൾ പോണേ. ഇരുട്ടായില്ലേ മൊത്തത്തില്. അടിപൊളി യാത്ര ഇതന്നെ സംഗതി. ഇതിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. നോർമൽ ഈ വീഡിയോ ഒക്കെ എൻ്റെ ഫോണിലുണ്ട്. പയ്യ അന്ന് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യണേ, അതൊക്കെ രസം. ഇന്ന് ഞാൻ തന്നെ ഡ്രൈവർ. നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ കമ്പല്ല. കജൂലി രണ്ട് ക്ഷീണ. റോട്ടുമ്പോ കൂടെ ഓട്ടണ കാര്യമല്ലോ. ഓഫ് റോഡ് ഓട്ടി ചേർന്ന് വേണല്ലേ. പിന്നെ ജീപ്പും എന്താ റോഡ് മുന്നിൽ നോക്കിയാൽ കാര്യം. കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഹൈ റിസ്ക് ജോബാണ്. പെരിയിൽ പറഞ്ഞില്ല എല്ലാവരും. ഓ ആന വന്ന ഇമ്മാ ഒരു ഫോൺ കോളും കൂടി ചെയ്യാൻ കഴിയില്ല. റേഞ്ചിലോടെ റേഞ്ച് എപ്പോഴും ഔട്ടാണ്. അപ്പൊ സാധനം നിങ്ങൾ ഇറങ്ങി വരുന്നേ. ആ സൈറ്റിൽ നിന്നൊക്കെ ഇറങ്ങി പോന്ന്
ഒരു കിടിലം ഒരു വ്യൂ പോയിന്റ് എത്തിയാണ്ടോ ഞങ്ങൾ ഒരു കിടിലം സൈറ്റാ. അങ്ങനെ സുഹൃത്തുക്കളെ ഇന്നത്തെ ഒരു യാത്ര അങ്ങോട്ട് കഴിഞ്ഞു. ഇവിടെ ഇനി റോഡ് എൻ്റെ പോ കഴിഞ്ഞ് ഈ ഞങ്ങൾ നാട്ടിലെത്തി. നമ്മൾ ഈ ഒരു ഓഫ് റോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം മാക്സിമം ആൾക്കാർ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. അപ്പം ഇതുപോലത്തെ നല്ല വിശേഷമായിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പം മാക്സിമം ആൾക്കാരൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാം കേട്ടോ. ജീപ്പിൻ്റെ കോലം കണ്ട ഞങ്ങൾ ഓഫ് റോഡ് കഴിഞ്ഞാണ്ട്. അപ്പോൾ മാക്സിമം ആൾക്കാർ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം പ്ലീസ് സപ്പോർട്ട്.